കാലുഷ്യങ്ങൾ ഉണ്ടാക്കാനും കുഴപ്പം സൃഷ്ടിക്കാനും വിവേചനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സ്പർദ്ധ വളർത്താനും വിദ്വേഷം കൂട്ടാനും വേണ്ടി ശ്രമിക്കുന്നവർക്കിടയിലേക്കാണ് ആ പെൺകുട്ടി ഒരു മാലാഖയെ പോലെ പറന്നിറങ്ങിയിട്ട് സ്വന്തം അച്ഛൻ്റെ വിരഹത്തിൻ്റെ മുമ്പിലും പറഞ്ഞു വച്ചത്, ഞാൻ 2 സഹോദരന്മാരെ അവിടെ ഉപേക്ഷിച്ചു. ആ 2 സഹോദരന്മാർ ഒന്ന് സമീറും മറ്റൊന്ന് മുസാഫിറുമാണ്. അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു മാലാഖയെ പോലെ സ്വന്തം നാട്ടിൻ്റെ മണ്ണിൻ്റെ സ്വർഗീയമായ സുഗന്ധങ്ങൾ അന്വേഷിച്ചോടി വന്നിട്ടുള്ള, അതിൻ്റെ സൗന്ദര്യം അറിയാൻ ഓടി വന്നിട്ടുള്ള, മനുഷ്യരെ കൊല്ലാൻ വേണ്ടി വന്ന ഭീകരന്മാർക്കു നേരെ അവൻ്റെ തന്നെ തോക്ക് കയ്യിൽ പിടിച്ചിട്ട് തിരിച്ചടിക്കാൻ ശ്രമിച്ചിട്ട് ജീവൻ പൊലിഞ്ഞുപോയ സയ്യിദ് ആദിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു മാലാഖയെ പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കും. ഇന്ത്യയുടെ മാലാഖയായി, ഇന്ത്യയുടെ ഏറ്റവും നല്ല പ്രതിനിധിയായി, മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേര് പറഞ്ഞ് തമ്മിലടിക്കുന്ന മനുഷ്യർക്കിടയിൽ സയ്യിദ് ആദിൽ മനോഹരമായൊരു മറുപടിയായി നിൽക്കും.